നമ്മൾ റിംഗ് ടൈപ്പ് കമ്മലുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കമ്മലിങ്ങനെ ഇതിൻ്റെത് മുകളിലേക്കോ അല്ലെങ്കിൽ ഒത്തിരി താഴത്തേക്കോ ആയിപ്പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ആ ഒരു ഇതിൽ നിൽക്കില്ല, ലൂസായി നമുക്ക് ചെവിയിലിട്ടാലും ഊരിപ്പോരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഈ കമ്മലിൻ്റെ ഇവിടെ പിടിച്ച് ജസ്റ്റ് ഒന്ന് പതുക്കെ പൊക്കി കൊടുക്കാം. ഓക്കെ, ആ ലെവലിൽ തൊട്ട് താഴെത്തുന്ന രീതിയിൽ ജസ്റ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ലോക്കിലേക്ക് വീണോളും. അതിപ്പോൾ സ്വർണ്ണക്കമ്മലാണെങ്കിലും അതെ, ഇമിറ്റേഷൻ ആണെങ്കിലും അതെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ പൊങ്ങിയാൽ പോയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കേ പോയിരുന്നതെന്നുണ്ടെങ്കിൽ, കണ്ടോ ഈ ലെവൽ, ഈ സാധനത്തിൻ്റെ ലെവൽ വിട്ടിട്ടാണ് ഇത് പോയിരുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, ആ ലെവലെത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ലോക്കിലേക്ക് ലൂസ് തോന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ റിംഗ് ടൈപ്പ് കമ്മൽ നമ്മുടെ ചെവിയിൽ നിന്ന് ഊരുമ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഓക്കെ, റിംഗ് ടൈപ്പ് കമ്മലിൻ്റെ ഫ്രണ്ട് പോർഷനാണത്. ബാക്ക് പോർഷൻ ഇതാണ്. നമ്മൾ കാതിലിട്ട് ഒരിക്കലും ഇങ്ങനെ വലിക്കരുത്. ഓക്കെ, കാതിലിട്ട് ഒരിക്കലും വലിക്കരുത്. പകരം നമ്മുടെ വിരലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് ഈ ലോക്കിനെ ഒന്ന് വിടിയിക്കുക. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വിടിയിക്കുക. ഫ്രണ്ടിൽ നമ്മുടെ ഒരു കൈ പിടിച്ചിട്ട് മറ്റേ കൈയുടെ ഒരു വിരൽ കൊണ്ട് ജസ്റ്റ് ഈ അറ്റത്തുനിന്ന് ലോക്ക് വിടിയിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ റിംഗ് ടൈപ്പ് കമ്മലിട്ടിട്ട് നമ്മുടെ കാതിങ്ങനെ ഇങ്ങനെ ഒത്തിരി വലിക്കുമ്പോൾ നമ്മുടെ കാതിങ്ങനെ ആ ഓട്ട വലുതാവും, കാതിൻ്റെ ഓട്ട വലുതാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.